വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ്. കഥ പാതി വഴിയിൽ പാർട്ട് 26. അവതരണം ഷെറിൻ നൗഷ. ഇല്ല സർ, ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെയും എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് സ്നേഹം നൽകാൻ വേണ്ടി ഒരുപാട് പേർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പെണ്ണല്ലേ സാർ, പുരുഷന്മാർ നോക്കുന്നത് പതിവാണല്ലോ. പക്ഷേ എല്ലാവരുടെയും നോട്ടം പെണ്ണിൻ്റെ ശരീരത്തിലേക്കായിരിക്കും. അവർക്ക് മനസ്സിനുള്ളിൽ ഒരു പ്രണയം ഉണ്ടാവില്ല, ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവില്ല. അവൾ ദൂരത്തേക്ക് കണ്ണും നട്ട് ആ കാറിൽ അങ്ങനെയിരുന്നു. അഭിരാമി കാണാതെ ഭരതൻ്റെ കണ്ണുകൾ അവളെ ആകെ ഒന്ന് നോക്കി. നല്ല ശരീരം. അഭിരാമിയുടെ ദേഹത്തു നിന്നും ഉയരുന്ന സെൻറ്റിൻ്റെ മണം അവൻ്റെ സിരകളിലാകെ പടർന്നു കയറി. എങ്ങനെയും ഇവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൻ അതിയായി ആഗ്രഹിച്ചു. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ അവരുടെ വണ്ടി ഓഫീസിന് മുൻപിൽ എത്തിച്ചേർന്നിരുന്നു. ഭരതനോട് നന്ദി പറഞ്ഞ് അഭിരാമി വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൾ നടന്നു പോകുന്ന വഴിയിലേക്ക് നോക്കി ഭരതൻ സ്വയം മറന്നങ്ങനെയിരുന്നു. അന്ന് വൈകിട്ട് ഓഫീസ് കഴിയാൻ വേണ്ടി ഭരതൻ കാത്തിരിക്കുകയായിരുന്നു. തിരിച്ചു പോകുമ്പോൾ അഭിരാമി തൻ്റെ ഒപ്പം ടൗണിൽ വരെ വരുമെന്ന് അവന് അറിയാമായിരുന്നു. അവൻ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. ഓഫീസ് കഴിഞ്ഞ അഭിരാമി ഭരതനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാർ, എന്നെ രാവിലെ കണ്ട സ്ഥലത്ത് ഇറക്കി വിടാമോ? സാർ, അത് വഴിയാണോ പോകുന്നത്? അവളുടെ ചോദ്യം കേട്ടപാട് അവൻ വണ്ടിയിലേക്ക് കയറി. വന്നോളൂ, ഞാൻ അതുവഴി തന്നെയാണ് പോകുന്നത്. അവർ ഒന്നിച്ച് ഓഫീസിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഇതേ സമയം വിഷ്ണു ഭരതൻ്റെ ഭാര്യയായ ദേവികയെ ഫോണിൽ വിളിക്കുകയായിരുന്നു. എന്താണ് മാഡം, നിങ്ങളുടെ ഹസ്ബൻഡ് ഏതെങ്കിലും സ്ത്രീകളോടൊപ്പം ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ചോദ്യം കേട്ട ദേവിക ഒന്ന് അമ്പരന്നു. ഹേ മിസ്റ്റർ, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? എൻ്റെ ഭർത്താവ് ഓഫീസിൽ പോയതാണ്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ അയച്ചു തരാം. ഫോട്ടോ കണ്ടിട്ട് വിശ്വാസം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ടൗണിലേക്ക് ചെല്ലൂ. അവിടെ വെച്ച് നിങ്ങളുടെ ഭർത്താവിൻ്റെ തനി നിറം നിങ്ങൾക്ക് കാണാം. വിഷ്ണു ഫോൺ കട്ട് ചെയ്ത ശേഷം അഭിരാമിയുടെ കൂടെ ഭരതൻ കാറിൽ പോകുന്ന ഒരു ഫോട്ടോ ദേവികയ്ക്ക് അയച്ചു കൊടുത്തു. ഫോട്ടോ കണ്ട ദേവിക ഒന്ന് ഞെട്ടിപ്പോയി. പൂജ ഇന്നലെ ഇവിടെ വന്നപ്പോൾ അലക്സിയുടെ കൂടെ ഒരു പെൺകുട്ടിയെ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഭരതനും. അവൾക്ക് നെഞ്ചിനകത്ത് ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. ഭരതൻ അങ്ങനെ വല്ല തെറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്ന് ദേവികയ്ക്ക് തോന്നി. അവൾ ഉടൻ തന്നെ ടൗണിലേക്ക് പുറപ്പെട്ടു. ഇതേ സമയം ടൗണിലെത്തിയ ഭരതൻ്റെ കാറിൽ നിന്നും അഭിരാമി പുറത്തേക്കിറങ്ങി. എൻ്റെ വണ്ടി ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. അവൾ യാത്ര പറഞ്ഞ് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. പതിയെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ വർക്ക്ഷോപ്പിലേക്ക് നടന്നു. ഭരതൻ അവളെ പിന്നിൽ നിന്നും വിളിക്കുമെന്ന് അഭിരാമി പ്രതീക്ഷിച്ചു. ഒരു കോഫി കഴിക്കാൻ, അല്ലെങ്കിൽ തണുത്തതെന്തെങ്കിലും കഴിക്കാൻ, അതുമല്ലെങ്കിൽ കുറച്ച് സമയം കൂടി സംസാരിക്കാൻ. പ്രണയപരവശനായി അവൻ അല്പസമയം കൂടി തൻ്റെ കൂടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ ഇത്തവണ അവളുടെ ഉന്നം പിഴച്ചു. ഭരതൻ അവളോടൊന്നും പറയാതെ കാറുമെടുത്ത് അവിടെ നിന്നും പോയി. വർക്ക് ഷോപ്പിൽ ചെന്ന് ശരിയാക്കിയ വണ്ടിയുമെടുത്ത് അഭിരാമി ടൗണിലേക്ക് വന്നു. അവൾക്കാകെ ഒരു മനപ്രയാസം തോന്നി. അലക്സി ഇതുവരെ തൻ്റെ കണക്കുകൂട്ടലുകളൊന്നും തെറ്റിച്ചിട്ടില്ല. താൻ ആഗ്രഹിച്ചതിലും നേരത്തെ തന്നെ അവനെ ജയിലിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഭരതൻ അങ്ങനെയല്ല. അവന് തൻ്റെ മേൽ മറ്റെന്തോ സംശയമുള്ളതുപോലെയാണ്. അലക്സി ജയിലിലാവാൻ താൻ കാരണക്കാരിയാണോ എന്ന് ഭരതന് സംശയമുള്ളതുപോലെ തോന്നുന്നു. എങ്ങനെയാണ് ഇനി അവനെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നവൾ ആലോചിച്ചു. അപ്പോഴാണ് അവളൊരു കാഴ്ച കണ്ടത്. താൻ സ്കൂട്ടിയിൽ യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തുകൂടി ഒരു സ്ത്രീ ധൃതിയിൽ നടന്നു പോകുന്നു. എവിടെയോ അവളെ കണ്ട് നല്ല പരിചയമുള്ളതുപോലെ തന്നെ തോന്നുന്നു. അഭിരാമി പെട്ടെന്ന് അവൾക്കരികിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് കടന്നു ചെന്നു. അവൾ കയറിപ്പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അഭിരാമിയും അവരുടെ കൂടെ തന്നെ അകത്തേക്ക് കയറി ചെന്നു. ആ സ്ത്രീയെ തന്നെ ശ്രദ്ധയോടെ വീക്ഷിച്ച അഭിരാമിക്ക് പെട്ടെന്നൊരു ഓർമ്മ കടന്നു വന്നു. അന്നത്തെ ആ ദിവസം അലക്സിയും ഭരതനും അശോകൻ സാറിൻ്റെ റിസോർട്ടിൽ വച്ച് തന്നെ കടിച്ചു കീറിയ ആ ദിവസം. അന്ന് രാത്രിയിൽ അവരോടൊപ്പമുണ്ടായിരുന്ന യമുന എന്ന സ്ത്രീയാണിത്. അതെ, ആ നേർത്ത വെളിച്ചത്തിൽ തൻ്റെ കയ്യിലും കാലിലും അവർ മുറുക്കി കെട്ടിവച്ചിരുന്നു. വേദനയാൽ പുളഞ്ഞ തനിക്ക് റൂമിൻ്റെ വാതിൽ തുറന്നു തന്നത് ഈ സ്ത്രീയായിരുന്നു.
എങ്ങോട്ടെങ്കിലും പോയി തന്നോട് രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞത് ഇവരായിരുന്നു. അവൾ പതുക്കെ യമുനയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഗുഡ് ഈവനിങ് ചേച്ചി. അവൾ യമുനയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. ഗുഡ് ഈവനിങ്. യമുന അഭിരാമിയെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. യമുന സംശയിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. എനിക്ക് മേഡത്തെ അറിയാം. ഭരതൻ സാറിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭരതൻ സാറിൻ്റെ ആരാണ്? അഭിരാമിയുടെ ചോദ്യം കേട്ടതും യമുന ഒന്ന് വല്ലാതായി. കുട്ടി, നീ എവിടെ വെച്ചാണ് ഞങ്ങളെ കണ്ടതെന്ന് എനിക്കറിയില്ല. പ്ലീസ്, ഞാൻ അയാളുടെ ആരുമല്ല. അയാളുടെ കാര്യമൊന്നും എനിക്കറിയേയില്ല. യമുന അഭിരാമിയിൽ നിന്നും ദൂരേക്ക് നടന്നു. നിൽക്കൂ യമുന മേഡം, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അഭിരാമി അവർക്ക് പിന്നാലെ ഓടിച്ചെന്നു. അവൾ വീണ്ടും തൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വരുന്നത് കണ്ടപ്പോൾ യമുന അവിടെ തന്നെ നിന്നു. മേഡം, നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഭരതൻ സാറിൻ്റെ വൈഫാണെന്നാണ് കരുതിയത്. നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താണ് ബന്ധം? ഇപ്പോഴും നിങ്ങൾ ഭരതനെ കാണാറുണ്ടോ? അഭിരാമിയുടെ ചോദ്യങ്ങളൊന്നും യമുനയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കുട്ടി, ദയവ് ചെയ്തെന്നെ ശല്യം ചെയ്യരുത്. കുറേ കാലം അയാളും അയാളുടെ കൂട്ടുകാരനും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കി. ഇനിയും അയാളുടെ പേരും പറഞ്ഞ് ആരും എൻ്റെ കൂടെ വരണ്ട. യമുന അഭിരാമിയെ നോക്കി ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. അഭിരാമി അവൾ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു. യമുനയും ഭരതനും തമ്മിൽ കാര്യമായെന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെ അഭിരാമിക്ക് മനസ്സിലായി. അവൾ യമുന അറിയാതെ അവരെ പിന്തുടർന്ന് അവളുടെ അഡ്രസ്സും ഡീറ്റെയിൽസുമെല്ലാം മനസ്സിലാക്കി വച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ മഹേഷിനെയും കൂട്ടി യമുനയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അത്യാവശ്യം നല്ല ഒരു വീട് തന്നെയായിരുന്നു അത്. അവർ രണ്ടുപേരും കോളിംഗ് ബെൽ അടിച്ച് അവിടെ തന്നെ കാത്തിരുന്നു. അല്പസമയം കൊണ്ട് യമുന വന്ന് വാതിൽ തുറന്നു. അവളുടെ നെറ്റി ചുളിഞ്ഞു വന്നു. തലേ ദിവസം ടൗണിൽ വച്ച് തന്നോട് സംസാരിച്ച പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് യമുനയ്ക്ക് മനസ്സിലായി. യമുന മേഡം, ഞാൻ മേഡത്തെ കാണാനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടി വന്നതാണ്, അവൾ സൗമ്യമായി പറഞ്ഞു. എന്താണ് കുട്ടി? ഞാൻ പറഞ്ഞതല്ലേ, എനിക്കും ഭരതനും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടേക്കൂ. യമുനയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം നിറഞ്ഞത് മഹേഷ് ശ്രദ്ധിച്ചു. പ്ലീസ് മാഡം, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഉപദ്രവിക്കാനോ വന്നതല്ല. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുള്ള ഉത്തരം മറുപടി കിട്ടിയാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും യമുന അവരെ അകത്തേക്ക് വിളിച്ചു. തൻ്റെ ജീവിതം നശിപ്പിച്ച അലക്സിയോട് പ്രതികാരം ചെയ്തതുപോലെ ഭരതനെയും തറ പറ്റിക്കാൻ അവൾക്ക് കഴിയുമോ? കാത്തിരുന്ന് കാണാം. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ബൈ ബൈ.